ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ഈവനിങ് വ്ളോഗായാലോ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാലാണ് എൻ്റെ ഈവനിങ് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ ടൈം ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഴുന്നേറ്റ് ഉറക്കച്ചടവൊക്കെ വിടണമെങ്കിൽ ഒരു കോഫി കുടിക്കണം. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം വാങ്ങിക്കാൻ പോയില്ല. പിന്നെ അപ്പം തന്നെ കപ്പും പാത്രമൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു, അല്ലെങ്കിൽ മടി പിടിച്ച് പാത്രങ്ങളുടെ എണ്ണം കൂടും. അത് കഴിഞ്ഞപ്പോൾ ഒരു നടന്നാലോ എന്ന് കരുതി ഒരു ഈവനിങ് വാക്കിന് പോയി. അത് കഴിഞ്ഞ് വിളക്കൊക്കെ വന്ന് കത്തിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ പുറത്തും വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുക. പിന്നെ അരിയും വാങ്ങണം. അങ്ങനെ കോംപ്ലക്സിലോട്ട് പോയി. കോംപ്ലക്സ് എന്നൊക്കെ കേട്ടാൽ നിങ്ങൾ അത്ര പ്രതീക്ഷിക്കേണ്ട, നാട്ടിലെ പെട്ടിക്കട. ഈ ക്യാൻറ്റീനകത്ത് എപ്പോഴും നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ തൃപ്തിപ്പെടുക. ഇവിടെ പിന്നെ 6:30 കഴിയുമ്പോൾ കടകളെല്ലാം ക്ലോസും ചെയ്യും. അപ്പോഴും തന്നെ കടയെല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടി QR എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്ന ഉടനെ കൈയോടെ തന്നെ ഉള്ളി ഇഞ്ചി ഒക്കെ വെക്കേണ്ടടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവ വെള്ളത്തിൽ ഇട്ട് വച്ചു. അവിടെ ക്ലീൻ ആക്കിയിട്ട് വാങ്ങിയ പച്ചക്കറി തോരാനായിട്ട് ടവലിലും ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞം ഉണ്ടാക്കാനുള്ള ടൈമായി. ഇന്ന് ഏട്ടനാണ് കിച്ചൺ ഡ്യൂട്ടി, എനിക്ക് ചപ്പാത്തിയുടെ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന ടൈം ഏട്ടൻ എന്തോ വലിയ പരിപാടിയിലാണ്, എന്താകുമെന്ന് അറിയത്തില്ല. ചപ്പാത്തിക്ക് പാവയ്ക്കക്കറിയാണ് ഏട്ടൻ്റെ ഉദ്ദേശം. ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു. അടുക്കളയുടെ പൂർണ്ണ അവകാശം ഏട്ടന് കൊടുത്തു. നമ്മളിങ്ങനെ കുക്കിങ്ങൊക്കെ ഷെയർ ചെയ്ത് രണ്ടാളും കൂടി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് കുക്കിങ്ങിനോട് തന്നെ ഒരു മടുപ്പൊന്നും തോന്നത്തില്ല. ഞങ്ങൾ വീക്കെൻഡ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ് കേട്ടോ. കുക്കിങ്ങും പിന്നെ ഓരോ ഡിസ്കഷനും എല്ലാം കിച്ചണിലാണ് നടത്താറ്. എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. ഇന്ന് പക്ഷേ വീക്കെൻഡ് അല്ല, പാവയ്ക്ക ഉണ്ടപ്പോൾ ഏട്ടനൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. കയ്യും കഴിവിട്ട് ഞാൻ ആത്തൂനെ കൊണ്ട് ഹോംവർക്ക് എഴുതാനിരുന്നു. ആത്തൂൻ്റെ സ്കൂൾ തുറന്നിട്ട് ലേറ്റായിട്ടാണ് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയത്. അപ്പോൾ ഇന്ന് അതെല്ലാം കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് ആത്തൂൻ്റെ ഹോംവർക്ക് ഒന്ന് തെറ്റിതൊക്കെ തിരുത്തി കൊടുത്തു. എൻ്റെ ശ്രദ്ധയൊന്ന് മാറിയപ്പോൾ എനിക്കൊരു പണി കിട്ടി ഗൈസ്. പിന്നെ വീണ്ടും ഒന്നും കൂടെ കവർ ചെയ്ത് സ്റ്റാപ്ലറൊക്കെ അടിച്ച് എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കി. അപ്പോഴത്തേക്ക് ആത്തോൻ്റെ ഹോംവർക്കൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഏട്ടൻ എന്തായി എന്നറിയാൻ വേണ്ടി ഞാൻ കിച്ചണിൽ പോയി. സംഭവം സെറ്റായി, ഏട്ടൻ ക്ലീനിങ്ങും സ്റ്റാർട്ടായി. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. പിന്നെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ, പാവമല്ലേ. അതുകൊണ്ട് എനിക്ക് കിച്ചൺ തന്നിട്ട് ഏട്ടൻ TV കാണാൻ പോയി. ഞാൻ ചപ്പാത്തിയാക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഗീ തീർന്നു. പിന്നെ ഗീ ഫില്ല് ചെയ്ത് വെച്ചു. ഇത്രയും ഗീ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇതാണ് പട്ടാളക്കാര ഗുണം. ഏട്ടൻ്റെ ഹിന്ദിക്കാരൻ ഫ്രണ്ട് ലീവിന് പോയിട്ട് വന്നപ്പം വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അവരെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് വെളിച്ചെണ്ണയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാറ്. ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പം. പണ്ടൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പണി ചപ്പാത്തി ആക്കലായിരുന്നു. എനിക്ക് എൻ്റെ ഫുൾ ഡേ തന്നെ അതിന് വേണ്ടി പോയിട്ടുണ്ട്. ഏട്ടൻ്റെ കൂടി ചപ്പാത്തി ആക്കി ഇപ്പം ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തൊരു കാര്യം നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴല്ലേ പെർഫെക്റ്റ് ആകുന്നത്. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുത്തു. അതിൻ്റെ പുറത്ത് ഒരു ചപ്പാത്തിയും കൂടെ വെച്ച് ആത്തൂന് കഴിക്കാൻ കൊടുത്തു. ഏട്ടനെ ഏൽപ്പിച്ചു. ആത്തു കറിയൊന്നും കൂട്ടാറില്ല, പ്ലെയിൻ ചപ്പാത്തിയാണ് കഴിക്കാറ്. അപ്പം ഞാനിങ്ങനെ മുട്ടയും കൂടെ ആക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്, അത് കഴിക്കും. എന്നിട്ട് ഞാൻ ബാക്കി കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ക്ലീനാക്കി ഫുഡും ഒക്കെ എടുത്ത് വെച്ചു നമുക്ക് കഴിക്കാനുള്ള. ആ സമയം കൊണ്ട് അകത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കൊണ്ട് കിടത്തി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വാക്കിങ്ങിനൊക്കെ പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.